ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഫാബ്രിക് സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. നമ്മൾ സാധാരണ അലമാരിയിലൊക്കെ തുണിയൊക്കെ അടുക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പഴയ ചാക്കൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ചാക്കും പിന്നെ കുറച്ച് പീസ് തുണിയുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചാക്കുണ്ടല്ലോ, അരിയൊക്കെ മേടിക്കുന്ന ചാക്ക്, അങ്ങനത്തെ ചാക്കിൻ്റെ 2 പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 22 ഇഞ്ചും വിട്ട് വന്നിട്ട് 15 ഇഞ്ചുമാണ്. അപ്പോൾ അതുപോലത്തെ 2 പീസാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 2 പീസ് ക്ലോത്താണ്. അപ്പോൾ നമുക്ക് നൈറ്റിയൊക്കെ ഉണ്ടല്ലോ, പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നൈറ്റിയിൽ നിന്ന് മുറിച്ചെടുക്കാം ഇതുപോലത്തെ 2 പീസ്. അപ്പോൾ ഒരു കളറ് 2 പീസ് വേണം. ഇതിൻ്റെ ലെങ്ത്തും വിട്ടും ഒക്കെ ആ ഒരു നമ്മൾ ആദ്യം ചാക്ക് മുറിച്ചെടുത്തില്ലേ, അതിൻ്റെ കറക്റ്റ് അളവിലുള്ള പീസാണിത്. എല്ലാ പീസിനും നമുക്ക് ഒരേ അളവ് തന്നെയാണ് കേട്ടോ. 22 ഇഞ്ച് ലെങ്ത്തും 15 ഇഞ്ച് വിട്ടും ഉള്ള പീസാണത്. ഇനി വേണ്ടത് വേറെ ഒരു കളറുള്ള 2 പീസും കൂടെ വേണം. അപ്പോൾ നമ്മളിത് റിവേഴ്സിബിൾ ടൈപ്പ് സ്റ്റോറേജ് ബോക്സ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കളർ വേണമല്ലോ, ഉള്ളിലൊരു കളറും പുറമെ വേറൊരു കളറും ആണെങ്കിൽ അതൊരു വ്യത്യസ്തമായിട്ടിരുന്നോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു കളറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് 2 പീസ് വേണം. അപ്പോൾ ഒരു കളറ് 2 പീസ്, പിന്നെ 2 പീസ് ചാക്ക്, അതുപോലെ തന്നെ 2 പീസ് മറ്റൊരു കളറ് ക്ലോത്ത്. അപ്പോൾ ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഹാൻഡിൽ വെക്കണം 2 സൈഡിൽ, നമുക്കിതിങ്ങനെ എടുക്കാനൊക്കെ എളുപ്പത്തിനായിട്ട്. അപ്പോൾ ആ ഹാൻഡിലിന് വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ച് ലെങ്ത്തും 3.5 ഇഞ്ച് വിട്ടുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ആ ചാക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, കാരണം നമുക്ക് 2 സൈഡും കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പീസിൻ്റെ, തുണിയുടെ ഒരു കളറുള്ള പീസിൻ്റെ നല്ല വശം മുകളിൽ വരത്തക്കവണ്ണം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഏത് കളർ പീസ് വേണമെങ്കിലും എടുക്കാം, കാരണം നമുക്ക് തിരിച്ചിടുമ്പോഴും മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഈ 2 കളറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 സൈഡും ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്തേച്ചാൽ മതി. ചാക്ക് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് ഈ 2 പീസും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് സൈഡിലേക്കും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമുക്ക് 4 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ അവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിൽ നിന്ന്, താഴ്ഭാഗത്ത് 2 സൈഡിൽ നിന്ന് 4 ഇഞ്ചിൻ്റെ ഓരോ സ്ക്വയർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഉണ്ട്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് കമഴ്ത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വശം ഉള്ളിലേക്ക് വരത്തക്ക വണ്ണം വയ്ക്കുക. ഇതുപോലെ നല്ല വശം ഉള്ളിലേക്ക് വരത്തക്ക വണ്ണം വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുക, പിന്നീട് താഴെ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ സ്ക്വയർ വെട്ടിയില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മളൊന്നും ചെയ്യണ്ട, അത് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ 3 സൈഡും നമ്മളൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. അതിന് ശേഷം ആ സ്ക്വയർ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ദാ ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ 2 സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ കണ്ടോ, ആ ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വയ്ക്കുക. ആ ഒരു കോർണർ ഭാഗം ഒരേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചാക്കായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് തുണി ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു സൈഡ് വരുന്നത്. ഇനി ഉള്ളിലത്തെ ഭാഗം കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് അടുത്ത പീസ് എടുക്കുക, അടുത്ത കളറുള്ള പീസ് എടുക്കുക. അതും നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ തന്നെ ആ സെയിം മെത്തേഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴ്ഭാഗത്ത്
രണ്ട് സൈഡിൽ നിന്നും 4 ഇഞ്ച് വെച്ചിട്ട് ഓരോ സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുക. 2 പീസ് ക്ലോത്താണ് കേട്ടോ ഇരിക്കുന്നത്. 2 പീസ് ക്ലോത്തിൽ നിന്നും 2 സ്ക്വയർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 സൈഡും അടിച്ചെടുക്കുക. നമ്മൾ ആദ്യം ചെയ്തില്ല അതേ പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു കോർണറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുണിയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. ചാക്കാവുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 2 സ്റ്റിച്ച് കൊടുക്കുക. ഒരു സൈഡ് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ ഒരു ബാഗ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മുടെ ഹാൻഡിൽ വെക്കാനുള്ള ആ പീസ് നീളത്തിലൊന്ന് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 2 പീസും അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു ചാക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരത്തക്കവണ്ണം ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറമേ കാണുന്നതാണ് ശരിക്കും ചാക്ക് വരുന്നത്. ഉള്ളിൽ നമ്മൾ തുണി അറ്റാച്ച് ചെയ്ത ഭാഗമാണ് വരുന്നത്. ഉള്ളിലാണ് നല്ല വശം വരുന്നത്. നല്ല വശത്താണ് നമ്മൾ ഈ ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു സൈഡിൽ വരുന്ന ജോയിൻറ്റ് കണ്ടോ, ആ ജോയിൻറ്റിൽ നിന്നും ഒരു 1.5 ഇഞ്ച് 2 സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് പിടി ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എടുക്കാനൊക്കെ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഹാൻഡിൽ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 2 സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഉള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. വയ്ക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം കണ്ടോ, നല്ല വശം നമ്മുടെ ആദ്യം സ്റ്റിച്ച് ചെയ്തേക്കണതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വയ്ക്കുക. തയ്യൽ തുമ്പ് വരുന്ന ഭാഗം പുറമേക്ക് വരും. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അരികു ഭാഗം ഒന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു 5-6 ഇഞ്ചോളം ഒരു ഗ്യാപ്പ് അവിടെ വിടണം കേട്ടോ. എന്നിട്ട് വേണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമുക്കിത് തിരിച്ചിടാനുള്ളതാണ്. തിരിച്ചിടുമ്പോൾ ഈ ചാക്കായതുകൊണ്ട് നമ്മൾ തുണി തിരിച്ചിടുന്ന പോലെ എളുപ്പത്തിൽ തിരിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയൊരു ഗ്യാപ്പ് വേണം. ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് ഉള്ള ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി മൊത്തം ഇതുപോലെ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വലിയതാണ് ഇട്ടേക്കണം. അതിൽ കൂടി കൈ ഇട്ടിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കാം. തിരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ രണ്ടും 2 കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ അരികിലൂടെ ചേർന്ന് അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ക്ലോസ് ചെയ്യുക. ഫുള്ളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അരിക് തന്നെ ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വല്ല ലേസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഴയ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ചാക്കോ അല്ലെങ്കിൽ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തുണിയൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.